നമസ്കാരം, ഞാൻ മുബാറക് CJ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഓണം വരികയാണ്. ഇപ്പോൾ ഫെസ്റ്റിവൽ പോസ്റ്റേഴ്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഫെസ്റ്റിവൽ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. മുൻപാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫെസ്റ്റിവൽ പോസ്റ്റേഴ്സൊക്കെ, അതായത് ഓണം അതേപോലെ തന്നെ ഈദൊക്കെ വരുന്ന പോലുള്ള കാര്യങ്ങൾക്ക് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളുകളും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട്, അതായത് പുറത്തൊക്കെ കൊടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പം AI ഭയങ്കര ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ChatGPT, Gemini ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഫെസ്റ്റിവൽ പോസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു ഫെസ്റ്റിവൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലുള്ള ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെ നമുക്കൊരു ഫെസ്റ്റിവൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT ഓപ്പൺ ചെയ്യുക. ChatGPT ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് www.chatgpt.com അടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിളിൽ ChatGPT അടിച്ച് കഴിഞ്ഞാൽ ChatGPT ഒരുവിധം എല്ലാവർക്കും ChatGPT അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സൈനപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് അത് കോപ്പി ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാണ്ട്, അതായത് നിങ്ങളുടെ ബിസിനസ് നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ബിസിനസ് നെയിം എൻ്റർ ചെയ്യാണ്. അതായത് ബിസിനസ് ടൈപ്പ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ കൊടുത്തു. അതേപോലെ തന്നെ ഓഡിയൻസ്, സ്റ്റുഡൻസ്. അതിനുശേഷം ഫെസ്റ്റിവൽ ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫെസ്റ്റിവൽ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓണം എന്ന് കൊടുക്കാം, ഓണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോംപ്റ്റ് എല്ലാ ഫെസ്റ്റിവൽസിനും വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇവിടെ പർപ്പസ് ചോദിക്കണം. അപ്പോൾ ഫെസ്റ്റിവൽ ബേസ് ചെയ്തിട്ടുള്ള ഓഫേഴ്സ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുക. അതേപോലെ തന്നെ സെയിൽസിന് വേണമെങ്കിൽ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വിഷസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം സെലക്ട് ചെയ്യുക. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റർ സൈസ് ഏതിലാണ് വേണ്ടത് എന്നുള്ള ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പോസ്റ്റർ സൈസ് ഒരു സ്ക്വയർ സൈസാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ നടുവത്തത് ഇപ്പം നിങ്ങൾക്ക് സ്ക്വയർ സൈസാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്സൽ ചൂസ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് റീൽ സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, സ്റ്റോറി സൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്വയർ സൈസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് ജസ്റ്റ് അവിടെ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രമേ അങ്ങനെ കൊടുക്കാം. പിന്നെ ബ്രാൻഡ് കളേഴ്സൊക്കെ ഉണ്ട്, അത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഞാനിപ്പോൾ അത് കൊടുക്കണില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ലോഗോ കൂടെ ഇതിൽ എന്ത് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് വന്നത് എന്താ വെച്ചാൽ നമ്മുടെ ലോഗോ അനലൈസ് ചെയ്തതാണ്. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അവർ നോക്കിയിട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേറൊരു പ്രോംപ്റ്റ് ChatGPT ജനറേറ്റ് ചെയ്ത് തന്നു. ഈ ഒരു പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസുകളൊക്കെ വേണമെങ്കിൽ വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നും ചെയ്യണില്ല. ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നമ്മളുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ പോസ്റ്റർ, ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ പോസ്റ്റർ
ChatGPT നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റർ പെട്ടെന്ന് നോക്കുമ്പോൾ AI ജനറേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാലും അടിപൊളിയായിട്ട് ഒരു പ്രീമിയം സ്റ്റൈൽ തന്നെ ഈ ഒരു പോസ്റ്റർ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ താഴെ വീണ്ടും അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. എനിക്ക് കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് ഫോട്ടോയിൽ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് പോകാമെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഔട്ട്പുട്ടും ഇതുപോലെ നല്ല രീതിയിൽ തന്നെയാണോ അല്ലയോ എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും അതേപോലെ തന്നെ ഫെസ്റ്റിവൽ പോസ്റ്റേഴ്സൊക്കെ ജെമിനി ഉപയോഗിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.